ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തുമസിൻ്റെ സന്തോഷം നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ അതിൻ്റെ തൊട്ട് അടുത്ത ദിവസം തന്നെ സഭ നമുക്ക് നൽകുന്ന തിരുനാളെന്ന് പറയുന്നത് സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫൻ്റെ രക്തസാക്ഷിത്വ തിരുനാളാണ്. എന്തുകൊണ്ടാണ് സഭ ഈ തിരുനാൾ നൽകുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്? സന്ദേശം വളരെ കൃത്യമാണ്. രക്ഷകൻ്റെ പാത തന്നെയാണ് നാം അനുയായികൾ പിന്തുടരേണ്ടത് എന്നതാണ്. പണ്ട് കാലങ്ങളിൽ അടിമ സമ്പ്രദായം നിലനിന്നിരുന്നു. ആ സമയത്ത് കടക്കണിയിൽ വീണിരുന്ന ഒരാൾക്ക് തന്നെ കടം കൊടുത്തയാൾക്ക് വിൽക്കാമായിരുന്നു, അടിമയായിട്ട് വിൽക്കാമായിരുന്നു. അങ്ങനെ അയാൾക്ക് തൻ്റെ കടം വീട്ടാൻ സാധിക്കുമായിരുന്നു. അന്നു മുതൽ അയാൾ അടിമയാണ്. എന്നാൽ പുറത്തുനിന്ന് ഒരാൾ, ഏതെങ്കിലും ഒരു ബന്ധുമിത്രാദികൾ അദ്ദേഹത്തിനു വേണ്ടി മോചനദ്രവ്യം നൽകാനായിട്ട് തയ്യാറാണെങ്കിൽ ആ അടിമത്തത്വത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനായിട്ട് സാധിച്ചിരുന്നു. ഇവിടെ പാപത്തിൻ്റെ അടിമത്തത്തിലാണ് നാം എല്ലാവരും. നൈമിഷികമായിട്ടുള്ള സുഖങ്ങൾക്ക് പുറകെ പോയി പാപത്തിൻ്റെ അടിമകളായിട്ടുള്ള നമ്മളെ മോചിപ്പിക്കാനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും കരുതുന്നത് തൻ്റെ സ്വന്തമായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മെ നഷ്ടപ്പെടുത്താനായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. അതിനാൽ അവിടുന്ന് തന്നെ ഇറങ്ങി വന്ന് നമ്മെ രക്ഷിക്കുന്നതാണ് ക്രിസ്തുമസ്. ഇങ്ങനെ മോചനദ്രവ്യമായി അവിടുന്ന് നൽകിയതാകട്ടെ തൻ്റെ തന്നെ ജീവനും തൻ്റെ തന്നെ രക്തവും. ഇതുപോലെ ഈ രക്ഷകനെ അനുകരിച്ചുകൊണ്ട് ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്ക്, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി തങ്ങളുടെ ജീവൻ, തങ്ങളുടെ രക്തം ചിന്തുവാനായിട്ട് സന്നദ്ധരായിട്ടുള്ളവരാണ് രക്തസാക്ഷികൾ. അതിലേറ്റവും ആദ്യത്തെ വ്യക്തിയാണ് വിശുദ്ധ സ്തെഫാനോസ്. നമുക്കറിയാം, സാൻഹദ്രീൻ എന്ന് പറയുന്നത് ആ യഹൂദരുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള കോടതിയാണ്. അവരുടെ മുമ്പിലേക്ക് സ്തെഫാനോസ് ആനയിക്കപ്പെടുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ പഴയ നിയമത്തിലൂടെ ഒരു ടൂർ നടത്തുന്നുണ്ട്, ഒരു സഞ്ചാരം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിന് മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അദ്ദേഹം അവരെ പഠിപ്പിക്കുന്നു. എന്നാൽ ആ മരണസമയത്ത് ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിനാൽ ഒന്നാമതായിട്ട് അദ്ദേഹം നിറഞ്ഞു. അദ്ദേഹം മരണത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന യേശുവിനെയും കാണുന്നു. അവസാനമായിട്ട് അദ്ദേഹം ചെയ്ത ഏറ്റവും നല്ല കാര്യം യേശുവിനെ, മാസ്റ്ററിനെ അനുകരിച്ചുകൊണ്ട് പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ജീവൻ വെടിയുന്നത്. അങ്ങനെ ദൈവിക പദ്ധതിക്ക് വേണ്ടി മോചനദ്രവ്യമാകാനായിട്ട് തയ്യാറായവരാണ് രക്തസാക്ഷികൾ, മാസ്റ്ററിനെ അനുകരിച്ചുകൊണ്ട്. നമ്മുടെ വിളിയും ഇത് തന്നെയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.